അഭിമന്യ വൈദിക ശ്രേഷ്ഠരെ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളെ, പള്ളി കമ്മിറ്റി ഭാരവാഹികളെ, അതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ സഹോദരൻ്റെ പേരിൽ നിങ്ങളുടെ ഈ പ്രസൻസിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. വളരെ യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് ഉണ്ടായ ഒരു വിയോഗമാണ്. അസുഖം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരു വയസ്സ് 1.25 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് ചെറിയ പ്രായം മുതൽ കളിച്ച് വളർന്നു. ഇരട്ട മക്കളെ പോലെയായിരുന്നു ഞങ്ങൾ. 1 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ പുറകെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അടുപ്പവും പുള്ളിയോട് തന്നെയായിരുന്നു. ഉടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. കാരണം ചെറിയ പ്രായം മുതൽ പഠിത്തത്തിലുപരി സോപ്പ് പൊട്ടിക്കകത്ത്, ഇപ്പോഴൊന്നും അല്ല, നിങ്ങളിൽ പ്രായമുള്ളവർക്കറിയാം, 55-56 അദ്ദേഹത്തിൻ്റെ ജനനം. പക്ഷേ ഒരു 65 കാലഘട്ടത്തിലൊക്കെ സോപ്പ് പൊട്ടിക്കകത്ത് റേഡിയോ ഉണ്ടാക്കുക, അതുപോലെ വീട്ടിൽ എന്തെങ്കിലും കറണ്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ലൈറ്റ് ഇടുക, ഫാൻ ഇടുക, അതൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെറിയ പ്രായം മുതൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നതുകൊണ്ട് സൗണ്ട് എൻജിനീയറിങ് ചെറിയ പ്രായം മുതൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പ്രൊഫഷണലായതിനു ശേഷം എൻ്റെ സൗണ്ട് എൻജിനീയർ ആയിരുന്നു. ഇപ്പം അദ്ദേഹം ഇവിടെ നിര്യാതനായിട്ട് കിടക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ പാടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല സൗണ്ട് എൻജിനീയർമാരിൽ ഒരാളായിരുന്നു. കാരണം ചില പഴയ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ, അതായത് 1982 കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് സൗണ്ട് സിസ്റ്റമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം ചില ഉത്സവ പറമ്പുകളിൽ വെച്ചിട്ടുള്ള സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുള്ള സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് ഇപ്പം ചില സമയത്ത് കേൾക്കുമ്പോൾ റെക്കോർഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അത്രയും ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ഇടിച്ച് കയറത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ടുള്ളപ്പോഴൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കേരളത്തിൽ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക, അങ്ങനെ ഉള്ളൊരു രീതിയായിരുന്നു. അതുകൊണ്ടൊരു സാമാന്യ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് എന്താ പറയുക, വലിയ ഇന്നത്തെ പോലെ ചെറിയ കഴിവും വലിയ പൊസിഷനും ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയില്ല. പിന്നെ എടുത്ത് ചാടിയ ഒരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് മുറി 2 എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ ആൾ വളരെ ശുദ്ധനായിരുന്നു, ഇടപെടുന്നവർക്കറിയാം. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അളക്കുകയും, അല്ലെങ്കിൽ ആ ഒരു ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ നമുക്കും ഉണ്ട് നാളെ. ഇപ്പം നമ്മളിവിടെ കിടക്കുന്നു, നാളെ എൻ്റെ കുറേ ഞാനുണ്ട് എന്ന് വിചാരിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു 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 ഉദാഹരണമാണ് അദ്ദേഹം എന്ന്. കാരണം ഇത്രയും പേരെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ട് ആൾക്കാർ. അപ്പം നമ്മുടെ പെരുമാറ്റമാണ് ഇന്നല്ലെങ്കിലും നാളെയും നമ്മളെ ഓർക്കാൻ ഇടവരുത്തുന്നത്. അതിന് അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നും അദ്ദേഹത്തെ അറിയാവുന്നവരുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച
ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണെങ്കിൽ 1 വയസ്സിന് മൂത്ത ഒരു സുഹൃത്താണ് നേരത്തെ സംസാരിച്ചത്. അപ്പം അത്രയ്ക്കും ആൾക്കാരുടെ മനസ്സിൽ പലപ്പോഴും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇനിയാണെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതേപോലെ എനിക്കും എൻ്റെ 4ാമത്തെ പെങ്ങൾക്കും അദ്ദേഹത്തിനും മക്കളുണ്ടായപ്പോൾ എൻ്റെ മക്കളെ അധികം താലോലിച്ചിട്ടില്ല. അപ്പം അമ്മ എപ്പോഴും പറയും, സുരേഷിന് എല്ലാ മക്കളും ഒരുപോലെയാണ്, ചപ്പിച്ചി എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരങ്ങളുടെ മക്കളെ എഴുതുന്ന നടക്കുമായിരുന്നു. അപ്പം അത്രയ്ക്കും കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ അദ്ദേഹത്തിന് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്, എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ് പഴയ കാര്യങ്ങൾ. ജനിച്ച് ഇപ്പോൾ ഈ നിമിഷം വരെ ഞങ്ങൾ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേരും ദൈവാധീനവും ഒക്കെ നാളെയാണേലും ഓർക്കപ്പെടും. അപ്പോൾ ഇവിടെ വന്നു കൂടിയ എല്ലാവർക്കും, അതേപോലെ ഇത്രയും അച്ഛന്മാരുടെ ഒരു സാന്നിധ്യം, അവരുടെ പ്രാർത്ഥന, ഞാൻ ഈ പള്ളിയിൽ നിന്നല്ല, ഈ പള്ളിയിൽ പ്രത്യേകിച്ചും ഇത് എൻ്റെ ഇടവക പള്ളിയാണ്. 2 മാസം മുമ്പ് ഞാനിവിടെ വന്ന് പാടിയപ്പോഴും ഇവിടുത്തെ വികാരി അച്ഛനും അതേപോലെ പള്ളി കമ്മിറ്റി ഭാരവാഹികളും മറ്റ് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും എനിക്ക് തന്നിട്ടുള്ള സ്നേഹം ഒരു കാലത്ത് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും ദൈവകൃപയാൽ എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴീ 68ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ പാടുന്നില്ല. അപ്പം അത്രയും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഈ വൈദികർ, അവർ കർത്താവിനോട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ബലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും അവരുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഞാൻ വിട പറയുകയാണ്. ഇവിടെ വന്നുകൂടിയ നിങ്ങളെല്ലാവർക്കും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സ്നാക്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. പ്രിയപ്പെട്ട നമ്മുടെ നേരത്തെയും രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ വന്നുവെങ്കിലും അദ്ദേഹം ഈ അവസാന നിമിഷത്തിൽ ബുസേരി സാറ്, കാരണം അദ്ദേഹം എൻ്റെ അമ്മ മരിച്ചപ്പോഴും അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ വീട്ടിൽ വന്നിരുന്നു, എറണാകുളത്തെ വീട്ടിൽ. അതേപോലെ ശ്രീ രമേശ് ചെന്നിത്തല, ഇവരെല്ലാം വളരെയധികം എന്നോട് സഹാനുഭൂതിയോടെ പെരുമാറിയിട്ടുള്ളവരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുമുള്ള നന്ദി, നമസ്കാരം.